എടോ പാപ്പച്ചി, ആ വീട് ഞാനിവിടെ ഉണ്ട്. താനിത് എവിടെ പോയിരുന്നു? ഇങ്ങനെ എത്ര കാലം താൻ ഒളിച്ചും പാത്തും കഴിയും? ലോകത്തിലെ എല്ലാ മഹാന്മാർക്കും ഉണ്ട് ഒളിവ് ജീവിതം. ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം എനിക്കൊരു പുസ്തകം എഴുതാൻ. ഒളിവിലെ ഒളിവില്ലാത്ത ഓർമ്മകൾ. എന്റെ കർത്താവ് വെളിച്ചപ്പാട്, ഞാൻ ഒളിക്കുവാന്നേ. എടോ, ഈ വാളും കോഴിയായിട്ട് ഇത് എങ്ങോട്ടാ? പാപ്പച്ചിയുടെ പ്രേതം തങ്കപ്പന്റെ ദേഹത്ത് കൂടിയിരിക്കുക. അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ? അത് ഒഴിപ്പിക്കാൻ പോവാ. എടോ കോമരമേ, കണ്ടോ, എന്റെ പ്രേതം ഒഴിപ്പിക്കാൻ പോവാ. ഒഴിപ്പിക്കട്ടെ, സാറ് വന്നേ. ഈ വീടിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. പറഞ്ഞു തുടങ്ങാം. വീട്, അയ്യോ. എടോ എടോ പാപ്പച്ചി, പോയോ? വന്നാട്ടെ. അമ്മേ, തല തട്ടരുത്. ഇതാണോ വീട്? ഇത് തന്നെ. ഇവിടെ താമസമില്ലേ? ഒരു 10 മിനിറ്റ് കയറുക, പെട്ടി വെക്കുക, പോവുക. എടോ അതല്ല ചോദിച്ചത്, ഇവിടെ ആള് താമസമില്ലെന്ന്. മേളിലില്ല, താഴെയുണ്ട്. സാർ ഇങ്ങോട്ട് വന്നാട്ടെ. സാറിന് സ്ഥലം എങ്ങനെ? പിടിച്ചോ? പിടിച്ചെങ്കില് പറഞ്ഞ കാശ് അഡ്വാൻസ് കൊടുക്ക്. അല്ല, ആരെങ്കിലും വന്ന് ചോദിച്ചാല്? ആരും വന്ന് ചോദിക്കില്ല, ഞാൻ സമ്മതം മേടിച്ചിട്ടുണ്ട്. ഇനി അഥവാ ചോദിച്ചാല് പാപ്പച്ച് കൊണ്ടുവന്നാക്കിന്ന് പറഞ്ഞാ മതി. അതിന് താൻ മരിച്ചുപോയി? അയ്യോ, അല്ല, മരിക്കുന്നതിന് മുമ്പ് സാറിനെ കൊണ്ടുവന്നാക്കിന്ന് പറഞ്ഞാ മതി. വന്നാട്ടെ. ബാഗ് അല്ലേ, വേണ്ട. തുണി മാറ്റട്ടെ? അല്ല, ഈ തുണിയൊക്കെ മാറ്റട്ടെ എന്ന്. താഴത്തെ ആൾക്കാരുടെയാ. തൽക്കാലം ഇവിടെ ആൾതാമസം ഇല്ലാത്തതുകൊണ്ട് തുണി ഉണക്കാൻ ഉപയോഗിക്കാം ഇവിടെ. അത് അവരൊന്നും എടുത്തോളും. എന്നാ ഇറക്കട്ടെ സാർ? ശരി. അല്ല, അഡ്വാൻസ് ഈശോയെ 2000 ഒന്നല്ലേ പറഞ്ഞേ? അല്ല, ഇല്ലമായതുകൊണ്ട് 3000 ഇല്ലാതെ പറ്റില്ല. കണ്ടില്ലേ, കട്ടിലും 3000 ഉണ്ട്. എന്നാ പോയിട്ട് വരട്ടെ സാർ? ശരി. കൂടിയ എനമ മരുന്നും മന്ത്രവാദവും ഒക്കെ ഒപ്പത്തിനൊപ്പം വേണം. മന്ത്രവാദം ചെയ്യാമെന്ന വെളിച്ചപ്പാടും പാപ്പച്ചിയുടെ പ്രേതത്തെ കണ്ട് പേടിച്ചിരിക്കുക. കുറുന്തോട്ടിക്ക് വാദം. വെളിച്ചപ്പാടും പേടിച്ചു എന്ന് പറഞ്ഞാ പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയണോ? വൈദ്യരെ, ഈ കടപ്പാടം വിറ്റാണിലും വേണ്ടില്ല. ഇങ്ങരുടെ ബോധം ഒന്ന് നേരെയാക്കി തരണം. തങ്കപ്പ, കുറച്ചു നേരത്തെ ഈ കൊട്ടം നിർത്ത്. എന്തോ ഒരു ഒച്ചയെങ്കിലും ഉണ്ടാക്കിയല്ലോ എന്റെ ഈശ്വര. പശുവിനെ ഇതൊരാരും മാറ്റി കെട്ടിയിട്ടില്ലേ? ഗിരിജ ഇനിയും സ്കൂളിൽ നിന്ന് വന്നില്ല എന്ന് തോന്നുന്നു. ഗിരിജ ഇനി എത്തിയില്ലേ? ഇല്ല, ഇന്ന് വൈകുന്ന് പറഞ്ഞ അവള് പോയത്. സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് ഗിരിജ അവിടത്തെ മാഷന്മാർക്ക് ഇപ്പൊ ക്ലാസ് എടുക്കണ്ടെന്നാ കേട്ടത്. നീ ഈ പുസ്തകം വായിച്ചിരിക്കായിരുന്നു അല്ലേ? ആ പയ്യനെ ഒന്ന് മാറ്റി കെട്ടാർന്നില്ലേ? തെക്കിനി മച്ചിൽ ഉണക്കാനിട്ടിരുന്ന തുണിയെങ്കിലും എടുത്തു വെച്ചോ നീ? ഞാൻ ഇപ്പൊ ഒന്ന് കേറിയതേ ഉള്ളൂ എടുത്തി. ഈ ഇടയെ നിനക്ക് മടി ഇത്തിരി കൂടുന്നുണ്ട്. ഏടത്തേക്ക് തുണി മാറാൻ ഞാൻ പോയി എടുത്തിട്ട് വരാം. വേണ്ട, ഞാൻ അവിടെ പോയി മാറ്റിക്കോളാം.
എവിടെ മേലത്തെ മുറിയിലൊരു കള്ളൻ. അയ്യോ അങ്ങോട്ട് പോണ്ട, ഞാൻ അയാളെ മുറിയിൽ വെച്ച് പൂട്ടിയിരിക്കുക. എടുത്ത് കണ്ടു. നീ ശരിക്കും കണ്ടു കുട്ടിയെ? കണ്ടു, അയാൾ കയ്യിലൊരു ബൾബും പിടിച്ചിട്ടുണ്ട്. ആസിഡ് ബൾബായിരിക്കും, നക്സലൈറ്റാ. അയാളിൽ തോക്കൊക്കെ കാണും. നിങ്ങൾ ഇങ്ങോട്ട് പോരെ. ഇങ്ങോട്ട് പോരു കുട്ടികളെ. നാട്ടുകാരെ ഓടി വരണേ, കള്ളനെ പൂട്ടിയിട്ടിരിക്കുന്നു. എന്താ? കള്ളൻ കള്ളൻ. നാട്ടുകാരെ ഓടി വരണേ, ഓടി വരണേ നാട്ടുകാരെ, കള്ളനെ പിടിക്കണം. കള്ളൻ കള്ളൻ. നാട്ടുകാരെ ഓടി വരണേ, കള്ളനെ പിടിക്കണം. ദേ മേളിലത്തെ മുറിയിലുണ്ട്. ഞാൻ അങ്ങാടി നാളെ കൂട്ടിയിട്ട് വരാം. നക്സലൈറ്റ്, നക്സലൈറ്റ്, നക്സലൈറ്റുകാരി. തോക്കും ആസിഡ് ബൾബായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും വരുവിൻ. നാട്ടുകാരെ അറിഞ്ഞോ? പേപ്പാട്ടൂർ മലക്ക് നക്സലൈറ്റുകാരി. എന്നിട്ട് വല്ലവരും കൊന്നോ? ഇല്ല, വേഗം വാ, ആളെ കൂട്ടാം. എടോ ഇതൊന്ന് തീർത്തിട്ട് പോടോ, ഒന്ന് തീർത്തിട്ട് പോവാൻ. നക്സലൈറ്റ് ആണെങ്കിൽ നമ്മൾ വെറും കൈയോടെ പോയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് 4 ബോണ്ട് എടുത്ത് കയ്യിലെക്കാം. അതേതായാലും ബോംബ് മാതിരി ഉണ്ടല്ലോ. ഛേ, അതല്ലടോ കാക്കേ. ടോമി, നീ ആ ഓമനയുടെ വീട്ടിൽ ചെന്ന് അവിടെ പാറാവ് വെക്കുന്ന പോലീസുകാരുടെ തോക്കുമായിട്ട് വേഗം വരാൻ പറ. ചെല്ലേ, നിങ്ങൾ വിട്ടോ, ഞാൻ കട ഞാൻ ഇപ്പൊ തന്നെ എത്താം. എടോ ഒന്ന് വടിച്ചു തീർത്തിട്ട് പോടോ. ഒന്ന് വേഗം ആവട്ടോ. ശങ്കരന് വടി കിട്ടിയോ? എനിക്ക് വടിയൊന്നും വേണ്ട, വെട്ടുവത്തിക്ക് തന്നാ മതി. ഇനി ആരെയും അറിയിക്കണം. ഒന്ന് പോടോ അവിടുന്ന്. ഇനി ആരെ അറിയിക്കേണ്ടത്? ചെന്നവിടാനും വഴി തയ്ക്കണോ? പോയട്ടെ. നല്ല ബെസ്റ്റ് നാടൻ വറ്റല മുളക. ഇതിട്ട് മുറി പുകച്ച ഏത് വീരപ്പനും പുറത്തിയാടും. പോക്കാൻ വരട്ടെ, ആ തോക്കുണ്ടട്ടെ. പോലീസുകാരൻ അവിടെ ഇല്ല. പിന്നെ വരണ വഴിക്കാൻ വെടിക്കാരൻ തൊമ്മിയുടെ വീട്ടിൽ കയറി. ഇവിടെ തോക്ക് വാങ്ങി എത്തും. എന്നാ പിന്നെ നമുക്ക് തൊമ്മി വന്നിട്ട് പോകാം. തൊമ്മി വരുന്നവരെ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഇങ്ങോട്ട് കാട്ടിയ. അയ്യോ തൊമ്മി വെടിവെക്കല് ചത്തു. ശിവൻകുട്ടി, അയ്യോ ഇത് കള്ളനല്ല, നമ്മുടെ കൃഷി ഓഫീസറാണ്. എല്ലാരും പിരിഞ്ഞു പോണം, പിരിഞ്ഞു പോണം. ഇത് നമ്മുടെ പുതിയ കൃഷി ഓഫീസറാണെന്ന്. തൊമ്മി ആകാശത്തേക്ക് വെടിവെക്ക്, ജനക്കൂട്ടം പിരിഞ്ഞു പോട്ടെ. അല്ല സാറേ, സാറെങ്ങനെ ഇതിനകത്ത് വന്നത്? എന്നെ ആ പാപ്പിച്ച് പിടിച്ചതിനകത്ത് കൊണ്ടാക്കിയതാ. 3000 രൂപ അയാൾ വാങ്ങിക്കൊണ്ട് പോയി. അതിന് പാപ്പച്ചി എത്തില്ലേ? ഇല്ല, പാപ്പച്ചി ചത്തിട്ടില്ല. ഞാൻ കണ്ടതാ. പാപ്പച്ചി ചത്തിട്ടില്ലേ?